എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇനി നമുക്ക് എക്കോണമിക് ഡിപ്രഷൻ എന്ന ഭാഗം പഠിക്കാം. എക്കോണമിക് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മാന്ദ്യം എന്നാണ് അർത്ഥം. ഒന്നാം ലോക യുദ്ധം കഴിഞ്ഞപ്പോൾ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങൾക്കും സാമ്പത്തികമായ വലിയ പ്രതിസന്ധികളുണ്ടായി. ഈ പ്രതിസന്ധികൾ ബാധിക്കാതിരുന്ന ഒരേ ഒരു രാജ്യം അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ പണം കടം വാങ്ങി അല്ലെങ്കിൽ ലോണുകളായി എടുത്തു. ഇതിനെ തുടർന്ന് ഉണ്ടായ ചില പ്രതിസന്ധികളാണ് 1929 സാമ്പത്തിക മാന്ദ്യം എന്നറിയപ്പെടുന്നത്. ദ എക്കോണമിക് ക്രൈസിസ് ഓഫ് 1929 എന്നാണ് അറിയപ്പെടുന്നത്. നോക്കാം. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വാസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ വാർ. ഒന്നാം ലോക യുദ്ധം കഴിഞ്ഞപ്പോൾ ആ യുദ്ധം അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഭവിഷ്യത്തുകൾ, പ്രത്യേകിച്ചും സാമ്പത്തികമായ ഭവിഷ്യത്തുകൾ അഭിമുഖീകരിക്കേണ്ടി വരാതിരുന്ന അല്ലെങ്കിൽ അത് ബാധിക്കാത്ത ഒരേ ഒരു രാജ്യം അമേരിക്കയായിരുന്നു. ഹെൻസ് ദ യൂറോപ്യൻ നേഷൻസ് മാനേജ്ഡ് ടു ഗെറ്റ് ലോൺസ് ഫ്രം USA. അതുകൊണ്ട് തന്നെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ അമേരിക്കയിൽ നിന്ന് ലോൺ അല്ലെങ്കിൽ പണം കടമായി കിട്ടുന്ന അവസ്ഥയുണ്ടായി. Consequently, American dollar overtook British pound as the basis of foreign exchange holding. ക്രമേണ വിദേശ വിനിമയത്തിനുള്ള ഒരു മാധ്യമമായി അമേരിക്കൻ ഡോളർ ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ സ്ഥാനത്ത് വന്നു. ബ്രിട്ടീഷ് പൗണ്ട് ആയിരുന്നു ഫോറിൻ എക്സ്ചേഞ്ചിനുള്ള ഒരു ബേസിസ്. പക്ഷേ ആ ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ സ്ഥാനത്ത് അമേരിക്കൻ ഡോളർ വരുന്ന അവസ്ഥയുണ്ടായി. അത്ര ശക്തമായി മാറി അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി. ആസ് എ റിസൾട്ട് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എമർജ്ഡ് ആസ് എ ന്യൂ എക്കോണമിക് പവർ ഔട്ട്സൈഡ് യൂറോപ്പ്. അതിൻ്റെ ഫലമായി യൂറോപ്പിന് പുറത്തുള്ള മേഖലകളിലൊക്കെ ഏറ്റവും വലിയൊരു സാമ്പത്തിക ശക്തിയായി, സാമ്പത്തിക സ്രോതസ്സായി അമേരിക്ക വളർന്നു വരികയുണ്ടായി. പക്ഷേ ദ എക്കോണമിക് ഗ്രോത്ത് ഓഫ് ദ USA ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. ഇതിനൊരു ലോങ് ലൈഫ് ഉണ്ടായിരുന്നു. ഇത് ദീർഘകാലം നിലനിന്നില്ല. The world was thrown into economic crisis in 1929, which originated in the USA. 1929 ആയപ്പോഴേക്കും ലോകം ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ മേഖലയിൽ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലെത്തി. അത് ആരംഭിച്ചത്, ആ സാമ്പത്തിക പ്രതിസന്ധി, എക്കോണമിക് ക്രൈസിസ് ഉണ്ടായത് അമേരിക്കയിലാണ്. ഇതാണ് 1929 സാമ്പത്തിക മാന്ദ്യം എന്നറിയപ്പെടുന്നത്. നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് അതിൻ്റെ ഇമ്പാക്റ്റുകളെ കുറിച്ചാണ്. ദ ഇമ്പാക്ട്സ് ഓഫ് ദിസ് എക്കോണമിക് ഡിപ്രഷൻ. എക്കോണമിക് ഡിപ്രഷൻ്റെ ഇമ്പാക്റ്റുകൾ 6 പോയിന്റുകൾ തന്നിട്ടുണ്ട്. അതാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ശ്രദ്ധിക്കാം. 1. പീപ്പിൾ ഹു ബിക്കെയിം പോപ്പർ ബിക്കോസ് ഓഫ് ദ വാർ കുഡിൻറ്റ് അഫോർഡ് ദ കമ്മോഡിറ്റീസ്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, പീപ്പിൾ ഹു ബിക്കെയിം പാപ്പർ. അതായത് ഒന്നാം ലോക യുദ്ധത്തെ തുടർന്ന് പാപ്പരായിപ്പോയ ആളുകൾ അല്ലെങ്കിൽ കയ്യിൽ പൈസ ഇല്ലാതായിപ്പോയ ആളുകൾ, അവർക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായി. ദേ കുഡിൻറ്റ് അഫോർഡ് ദ കമ്മോഡിറ്റീസ്. സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. സെക്കൻഡ് വൺ, ഗുഡ്സ് വെയർ കെപ്റ്റ് അൺസോൾഡ് ഇൻ ഫാക്ടറീസ്. അങ്ങനെ ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ സ്വാഭാവികമായും സാധനങ്ങൾ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. ഗുഡ്സ് വെയർ കെപ്റ്റ് അൺസോൾഡ് ഇൻ ഫാക്ടറീസ്. വിൽക്കാതെ സാധനങ്ങൾ സ്റ്റോക്കായി കിടന്നു എന്നാണ്. യൂറോപ്യൻ നേഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെബ്റ്റ്സ് ടു ദ USA നിന്ന് പണം കടം വാങ്ങിയിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആ പണം തിരികെ കൊടുക്കാൻ കഴിയാതെ വന്നു. നെക്സ്റ്റ്, ബാങ്ക്സ് കൊളാപ്സ്ഡ്. ബാങ്കുകളെല്ലാം കൊളാപ്സായി. ലോണുകളുമായി പോയവർ തിരിച്ചടയ്ക്കാൻ വരുന്നില്ല. ക്യാഷ് ട്രാൻസാക്ഷൻസ് നടക്കാതെയായി. ബാങ്കുകൾ കൊളാപ്സായി. ഇൻഫ്ലേഷൻ ബിക്കെയിം അൺകൺട്രോളബിൾ. ഇൻഫ്ലേഷൻ നിയന്ത്രണാതീതമായി മാറി. ഒരു രാജ്യത്തല്ല, യൂറോപ്പിലാകമാനം. അക്യൂട്ട് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഉണ്ടായി. ഇതൊക്കെയാണ് എക്കോണമിക് ഡിപ്രഷൻ്റെ ഇമ്പാക്റ്റ്. ഈ എക്കോണമിക് ഡിപ്രഷൻ യൂറോപ്പിലുണ്ടായി.
യൂറോപ്പിലുണ്ടായ എക്കോണമിക് ഡിപ്രഷൻ കോളനികളെ അല്ലെങ്കിൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒക്കെ രാജ്യങ്ങളെ എങ്ങനെ ബാധിച്ചു എന്ന് നോക്കാം. To overcome this financial crisis, the European nations adopted a strategy of imposing heavy taxes on the colonies. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ ആ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി അവർ കണ്ടെത്തിയ സ്ട്രാറ്റജി, തന്ത്രം, മാർഗമെന്ന് പറയുന്നത് തങ്ങളുടെ കോളനികളിൽ പുതിയ ഹെവി ടാക്സസ് ഇമ്പോസ് ചെയ്യുക എന്നതായിരുന്നു. തങ്ങളുടെ കോളനികൾക്ക് മേൽ പുതിയ ടാക്സസ് ഇമ്പോസ് ചെയ്യുക, ഇതായിരുന്നു ഇവർ കണ്ടെത്തിയ മാർഗം. To overcome this crisis, the European nations adopted a strategy of imposing heavy taxes on the colonies. കോളനികളുടെ മേൽ പുതിയ ടാക്സസ് ഇമ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു. Therefore, the economic crisis of imperialist nations became a burden to the colonies. അങ്ങനെയാണ് യൂറോപ്പിലെ ഇമ്പീരിയലിസ്റ്റ് നേഷൻസിന് ഉണ്ടായ എക്കോണമിക് ക്രൈസിസ് ഇവിടെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനികൾക്ക് ബർഡനായി മാറിയത്. ഒരു ചെറിയ ചോദ്യം, ഹൗ ദ ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് ഇൻ യൂറോപ്പ് ബിക്കെയിം എ ബർഡൻ ടു ദ കോളനീസ്. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായ ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് എങ്ങനെയാണ് കോളനികൾക്ക് ബർഡനായി മാറിയത്? ആൻസർ, ടു ഓവർകം ദ ഫിനാൻഷ്യൽ ക്രൈസിസ് ഓഫ് 1929, the European nations adopted a strategy of imposing heavy taxes on the colonies. In this way, the economic crisis became a burden to the colonies. ഈ രീതിയിലാണ് എക്കോണമിക് ക്രൈസിസ് കോളനികൾക്ക് ഒരു ബർഡനായി മാറിയത്. അതിനോടൊപ്പം ഒരു കാര്യം കൂടിയുണ്ട്, ബ്ലാക്ക് തേഴ്സ്ഡേ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. The stock market crash in New York Stock Exchange on 24th October 1929 is known as the Black Thursday. അതായത് ന്യൂയോർക്കിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 1929 ഒക്ടോബർ മാസം 24 ഉണ്ടായ ഒരു മാർക്കറ്റ് ക്രാഷിനെയാണ് ബ്ലാക്ക് തേഴ്സ്ഡേ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ ക്രാഷ് വൈപ്ഡ് ഔട്ട് ഇൻ എ സിംഗിൾ ഡേ ദ എൻറ്റയർ എക്കോണമിക് ഗ്രോത്ത് till then. In panic, investors rushed to sell their stocks, which led to a massive volume of stock trade. Ultimately, this led to the dramatic price decline. ഈ 1929 ഒക്ടോബർ മാസം 24 ന്യൂയോർക്കിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പെട്ടെന്ന് ഒരു ഡൗൺ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ക്രാഷ് ഉണ്ടായി. അതിന് കാരണമെന്ന് പറയുന്നത് പേടിച്ച ഇൻവെസ്റ്റേഴ്സ് പെട്ടെന്ന് അവരുടെ അവരുടെ ഷെയറുകളൊക്കെ ഇൻവെസ്റ്റേഴ്സ് വളരെ പെട്ടെന്ന് അവരുടെ ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് വിറ്റഴിക്കുകയുണ്ടായി. അപ്പോൾ അതിനെ തുടർന്നുണ്ടായ ഒരു മാന്ദ്യം അല്ലെങ്കിൽ ഡിക്ലൈൻ, താഴേക്ക് പോകുന്ന അവസ്ഥ, അതെല്ലാം സംഭവിച്ചത് ഈ ഒക്ടോബർ 24 എന്ന് പറയുന്ന ദിവസമാണ്. അങ്ങനെ ഒക്ടോബർ 24 ന്യൂയോർക്കിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉണ്ടായ ആ ഒരു മാർക്കറ്റ് ക്രാഷിനെ തുടർന്നിട്ടാണ് എക്കോണമിക് ഡിപ്രഷൻ ഉണ്ടാകുന്നത്. പെട്ടെന്ന് അമേരിക്കയുടെ മറ്റ് മേഖലകളിലേക്കും അമേരിക്കയിൽ നിന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് മറ്റ് മേഖലകൾ, മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക്, ഏഷ്യൻ, ആഫ്രിക്കൻ ഒക്കെ മേഖലകളിലേക്കും ഇത് വ്യാപിച്ചു. അങ്ങനെ അത് ലോകത്തെ തന്നെ ഗ്രസിക്കുന്ന ഒരു സാമ്പത്തിക മാന്ദ്യമായി മാറുകയും. ഫാസിസം ആൻഡ് നാസിസം. ഒന്നാം ലോക യുദ്ധാനന്തരം യൂറോപ്പിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ടായ വലിയ ഒരു മാറ്റം ആണ് ഫാസിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും ആവിർഭാവം. ഈ ഫാസിസവും നാസിസവുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എന്താണ് ഫാസിസം എന്നതിനെക്കുറിച്ചൊരു ആമുഖമുണ്ട്, അതൊന്നും മനസ്സിലാക്കുക. ദ ടേം ഫാസിസം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഫേസസ്. ഫേസസ് എന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഫാസിസം എന്ന വാക്കുണ്ടായത്. വിച്ച് മീൻസ് എ ടൈഡ് ബണ്ടിൽ ഓഫ് റോഡ്സ് വിത്ത് എ റോട്ടറിംഗ് ആക്സ്. വിറക്, ഒരു കെട്ട് വിറകും ഒരു കോടാലിയും എന്നാണ് ഈ വാക്കിന് അർത്ഥം. ഇറ്റ് വാസ് ദ സിംബൽ ഓഫ് കളക്റ്റീവിസം ആൻഡ് പവർ ഇൻ ദ ഇനിഷ്യൽ.
ഏൻഷ്യന്റ് റോം, അതായത് പ്രാചീന റോമിലെ ഒത്തൊരുമയുടെയും അധികാരത്തിൻ്റെയും ഒക്കെ ചിഹ്നമാണ് ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ അറിയേണ്ടത് ഫാസിസം ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ലാറ്റിൻ വേർഡ് ഫേസസ്. അതൊന്ന് ഓർത്ത് വെച്ച്. ഫാസിസം എന്താണെന്ന് നോക്കാം, അതിൻ്റെ ആവിർഭാവത്തിനുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കാം, ഫാസിസത്തിൻ്റെ പ്രത്യേകതകൾ പരിശോധിക്കാം, നാസിസം എവിടെയാണ് ഉണ്ടായത്, ആരാണ് അതിൻ്റെ നേതാവെന്ന് നോക്കാം, അതിൻ്റെ പ്രത്യേകതകൾ പരിശോധിക്കാം, ഫാസിസവും നാസിസവും തമ്മിലുള്ള ബന്ധങ്ങൾ, അതൊക്കെ തമ്മിൽ ചില സിമിലാരിറ്റീസ് ഉണ്ട്, അത് പരിശോധിക്കാം. അതൊക്കെ ആവുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് കഴിയും. ശ്രദ്ധിക്കാം. ദ ഫസ്റ്റ് വേൾഡ് വാർ ഡിവേസ്റ്റഡ് ബോത്ത് ദ ആലീസ്. ഒന്നാം ലോക യുദ്ധം രണ്ട് സഖ്യകക്ഷികൾക്കും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. രണ്ട് സൈനിക ചേരികളാണ് യുദ്ധത്തിൽ പങ്കെടുത്തത്. രണ്ടു ചേരികൾക്കും, ജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും യുദ്ധം നഷ്ടമാണ് ഉണ്ടാക്കിയത്. മെനി യൂറോപ്യൻ ഗവൺമെന്റ്സ് ലോസ്റ്റ് ദെയർ പവർ. പല യൂറോപ്യൻ രാജ്യങ്ങളിലും അധികാരത്തിലിരുന്ന ഗവൺമെന്റുകൾക്ക് അധികാരം നഷ്ടപ്പെടുത്തി ഒന്നാം ലോക യുദ്ധാനന്തരം. പല രാജ്യങ്ങളിലെയും ഗവൺമെന്റുകൾ സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ടു, അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെട്ടു. പീപ്പിൾ വെയർ ഇൻ മിസറി. ജനങ്ങൾ ദാരിദ്ര്യത്തിലായി. അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി ആൻഡ് ഇൻഫ്ലേഷൻ ഗ്നോവ്ഡ് ദെയർ എൻ്റയർ സിസ്റ്റം. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പണപ്പെരുപ്പം ഇവയൊക്കെ എല്ലാ മേഖലകളെയും തകർത്തെറിഞ്ഞു. ഫാസിസം ഇൻ ഇറ്റലി ആൻഡ് നാസിസം ഇൻ ജർമ്മനി റോസ് ടു പവർ. ഈ സമയത്താണ് ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനി എന്ന ഏകാധിപതിയുടെ നേതൃത്വത്തിൽ ഫാസിസവും, ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ എന്ന ഏകാധിപതിയുടെ നേതൃത്വത്തിൽ നാസിസവും ഉടലെടുക്കുന്നത്. അല്ലെങ്കിൽ ഫാസിസവും നാസിസവും അധികാരം പിടിച്ചെടുക്കുന്നത്. ക്യാപിറ്റലൈസിംഗ് ഓൺ ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കോണമിക് ചവോസ് പ്രിവെയിലിംഗ് ദ. അന്നത്തെ ആ സാഹചര്യത്തിലെ എക്കോണമിക്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള, സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള ന്യൂനതകളെ കൈകാര്യം ചെയ്തുകൊണ്ട്, ആ കുറവുകൾ ആയുധമാക്കിക്കൊണ്ട്, ആ അവസരം ചവിട്ടുപടിയാക്കിക്കൊണ്ടാണ് ഫാസിസവും നാസിസവും അധികാരത്തിലെത്തുന്നത്. ഹിറ്റ്ലറും മുസോളിനിയും അധികാരത്തിലെത്തുന്നത്. എക്കോണമിക് ഡിസ്ട്രക്ഷൻ, റൈവൽറി അഗൈൻസ്റ്റ് ദ വിക്ടേഴ്സ്, എയിംലെസ്നെസ് എക്സെട്ര facilitated these forces to grab power. അധികാരം പിടിച്ചെടുക്കാൻ ഇവരെ സഹായിച്ചത് ഈ ഘടകങ്ങളാണ്. എക്കോണമിക് ഡിസ്ട്രക്ഷൻ, സാമ്പത്തിക നാശം, റൈവൽറി അഗൈൻസ്റ്റ് ദ വിക്ടേഴ്സ്, വിജയിച്ചവരോടുള്ള ശത്രുത. റൈവൽറി അഗൈൻസ്റ്റ് ദ വിക്ടേഴ്സ്, യുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളോട് പരാജിതരായ ജർമ്മനിയെ പോലെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടായ ശത്രുത. ആ ശത്രുതയെ പ്രയോജനപ്പെടുത്തിയാണ് ഇവർ അധികാരത്തിലെത്തുന്നത്. എയിംലെസ്നെസ്, ലക്ഷ്യബോധമില്ലായ്മ, ഇതെല്ലാം ഫെസിലിറ്റേറ്റഡ്, സൗകര്യമൊരുക്കി കൊടുത്തു. ദീസ് ഫോഴ്സസ് ടു ഗ്രാബ് പവർ. ഇതൊക്കെയാണ് അധികാരം പിടിച്ചെടുക്കാൻ അവർക്ക് അവസരമൊരുക്കിയത്. എന്തൊക്കെയാണ് ഫാസിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്നുള്ളതാണ് ഇനി പഠിക്കാനുള്ളത്. ഈ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാം ലോകയുദ്ധം കഴിഞ്ഞപ്പോൾ ലോക രാഷ്ട്രീയ ഭൂപടത്തിലുണ്ടായ പ്രധാന മാറ്റമാണ് ഫാസിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും ആവിർഭാവം. ഫാസിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാസിസം എന്ന് പറയുന്നത് രണ്ട് പേരുകളാണെങ്കിലും രണ്ടും ഒന്നു തന്നെയാണ്. സ്വഭാവ സവിശേഷതകൾ കൊണ്ട് ഒന്നാണ് എന്ന് പറയാവുന്നതാണ്. രണ്ട് രാജ്യങ്ങളിൽ രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നു. ഫാസിസം എന്നത് ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ ഫാസിസത്തിൻ്റെ നേതാവ്, അതിൻ്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ പറയാവുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലീഡർ എന്ന് പറയുന്നത് ബെനിറ്റോ മുസോളിനിയാണ്. നാസിസം ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ നാസിസത്തിൻ്റെ പ്രയോക്താവ് എന്ന് പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലറാണ്. ഏതൊരു സാഹചര്യത്തിലാണ് നാസിസവും ഫാസിസവും ഉണ്ടായി വന്നത്, അല്ലെങ്കിൽ മുസോളിനിയും ഹിറ്റ്ലറും അധികാരം പിടിച്ചെടുത്തത് എന്നുള്ളതാണ് ഈ പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് വേൾഡ് വാർ ഡിവേസ്റ്റഡ് ബോത്ത് ദ ആലീസ്.
രണ്ട് സഖ്യകക്ഷി രാജ്യങ്ങൾക്കും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി ഒന്നാം ലോകയുദ്ധം. സ്വാഭാവികമായും പല യൂറോപ്യൻ രാജ്യങ്ങളിലും അധികാരത്തിലിരുന്ന ഗവൺമെൻറ്റുകൾക്ക് അവരുടെ അധികാരം നഷ്ടപ്പെട്ടു. ജനങ്ങൾ ദാരിദ്ര്യത്തിലായി. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പണപ്പെരുപ്പ നിരക്കുമൊക്കെ അവിടുത്തെ സമസ്ത മേഖലകളെയും തകിടം മറിച്ചു. ഈ സമയത്താണ് ജർമ്മനിയിൽ നാസിസവും ഇറ്റലിയിൽ ഫാസിസവും ഉണർന്നു വരുന്നത്. അത് അവിടുത്തെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലെ അരാജകത്വത്തെ അല്ലെങ്കിൽ പതനത്തെ മുതലാക്കിക്കൊണ്ട് അത് അവസരമായി കണ്ടുകൊണ്ട് നാസിസവും ഫാസിസവും വളർന്നു വന്നു. അവിടങ്ങളിൽ ഇറ്റലിയിലും ജർമ്മനിയിലും അധികാരം പിടിച്ചെടുത്തു. എക്കോണമിക് ഡിസ്ട്രക്ഷനും റൈവൽറി അഗെയിൻസ്റ്റ് ദ വിക്ടേഴ്സ്, വിജയിച്ചവരോടുള്ള ശത്രുതയും അതുപോലെ സാമ്പത്തികമായ നഷ്ടവും ലക്ഷ്യബോധമില്ലാത്ത ഗവൺമെൻറ്റുകളും ഗവൺമെൻറ്റ്സ് അന്ന് ഭരണത്തിലിരുന്ന ഗവൺമെൻറ്റുകളുടെ എയിംലെസ്നെസ്, ലക്ഷ്യബോധമില്ലായ്മ, ഇതൊക്കെ മുതലാക്കിക്കൊണ്ട് ഇവർ അധികാരം പിടിച്ചെടുത്തു. അല്ലെങ്കിൽ ഹിറ്റ്ലറും മുസോളിനിയും അധികാരം പിടിച്ചെടുക്കുകയുണ്ടായി. ഇനി നമുക്ക് ഫാസിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി ഫാസിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് അല്ലെങ്കിൽ പ്രത്യേകതകളിലേക്ക്, സവിശേഷതകളിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, ആന്റഗണിസം ടു ഡെമോക്രസി, ഒപ്പോസിഷൻ ടു സോഷ്യലിസം. ജനാധിപത്യത്തോടും സോഷ്യലിസത്തോടും ഉള്ള എതിർപ്പ്. ആന്റഗണിസം മീൻസ് എനിമിറ്റി, ഒപ്പോസിഷൻ ഒന്ന് തന്നെ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് പറയുക. ജനാധിപത്യത്തോടും സോഷ്യലിസത്തോടും ഉള്ള എതിർപ്പ്. ഫാസിസത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ജനാധിപത്യം അംഗീകരിക്കത്തില്ല. ജനാധിപത്യത്തെ ഇഷ്ടമല്ല അവർക്ക്. അതുകൊണ്ടാണ് ഏകാധിപതികളായ തന്നിഷ്ടപ്രകാരം ഭരണം നടത്തുന്ന ഭരണാധികാരികളെയൊക്കെ ഫാസിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആന്റഗണിസം ടു ഡെമോക്രസി, ഒപ്പോസിഷൻ ടു സോഷ്യലിസം. സെക്കൻഡ് വൺ, ഗ്ലോറിഫയിങ് ദ നേഷൻ, അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റൈസ്. ഗ്ലോറിഫയിങ് ദ നേഷൻ, അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റൈസ്. ഗ്ലോറിഫയിങ് ദ നേഷൻ, തൻ്റെ രാജ്യത്തെ മഹത്വവൽക്കരിക്കുക. രാജ്യത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രം അല്ലെങ്കിൽ ഭൂതകാല മഹിമയെ ജനങ്ങളിലേക്ക് ഇൻജക്റ്റ് ചെയ്യിക്കുക. തങ്ങളുടെ രാഷ്ട്രം, തങ്ങളുടെ രാജ്യം പണ്ട് കാലത്ത് ഇന്ന ഇന്ന മേന്മകൾ ഉണ്ടായിരുന്നു, ഇത്തരത്തിലൊക്കെ ആയിരുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. ഗ്ലോറിഫയിങ് ദ നേഷൻ, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുക. സെക്കൻഡ് വൺ, അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റൈസ്, വംശ മഹിമ ഉയർത്തിപ്പിടിക്കുക. ഒരു പ്രത്യേക വംശക്കാരാണെങ്കിൽ, ഇത് ഹിറ്റ്ലറും മുസോളിനിയും ചെയ്ത കാര്യമാണ്. തങ്ങളുടെ രാജ്യത്തെ ഒരു പ്രത്യേക വംശത്തെ, പ്രത്യേക വിഭാഗക്കാരെ മാത്രം ലക്ഷ്യം വെച്ചിട്ട് അവരെ ഉയർത്തി കാണിക്കുക, അവരുടെ വംശമഹിമ അവരിലേക്ക് ഇൻജക്റ്റ് ചെയ്യുക. അങ്ങനെ ഗ്ലോറിഫയിങ് ദ നേഷൻ, അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റൈസ്. മൂന്നാമത്തേത്, ജസ്റ്റിഫയിങ് വാർ, ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണാലിസം. ഇത് രണ്ടുമാണ് അടുത്ത പോയിന്റുകൾ. ജസ്റ്റിഫയിങ് വാർ, യുദ്ധത്തെ ന്യായീകരിക്കുക. യുദ്ധത്തെ ന്യായീകരിക്കുക. ഇനിയും ഒരു യുദ്ധമുണ്ടായാൽ ബ്രിട്ടനെ നമ്മൾ പരാജയപ്പെടുത്തണം, ബ്രിട്ടനോടൊപ്പമുള്ള സഖ്യരാജ്യങ്ങളെ പരാജയപ്പെടുത്തണം എന്ന ചിന്ത ജനങ്ങളിൽ വളർത്തിയെടുക്കുക. അതാണ് ജസ്റ്റിഫയിങ് ദ വാർ. ജസ്റ്റിഫയിങ് ദ വാർ, യുദ്ധത്തെ ന്യായീകരിക്കണം. ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണാലിസം. അഗ്രസീവ് നാഷണാലിസം നേരത്തെ നമ്മൾ പഠിച്ചതാണ്. തീവ്രദേശീയത പ്രചരിപ്പിക്കൽ. തീവ്രദേശീയത ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അഗ്രസീവ് നാഷണാലിസം എന്ന ചിന്ത ജനങ്ങളുടെ മനസ്സിൽ ഇൻജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും തങ്ങളുടെ രാജ്യം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഇവർ ന്യായീകരിക്കും. അടുത്തത് ഡീഫയിങ് ദ പാസ്റ്റ്. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്. ഗ്ലോറിഫയിങ് ദ നേഷൻ, ഇത് രണ്ടും സെയിം ആണ്. ഡീഫയിങ് ദ പാസ്റ്റ്, കഴിഞ്ഞ കാലത്തെ മഹത്വവൽക്കരിച്ച് കാണിക്കുന്നു. തങ്ങളുടെ രാജ്യം, ഇന്ന് നമ്മുടെ രാജ്യം, ഇത് പ്രത്യേകിച്ചും ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിന് ഈ അവസ്ഥയൊക്കെ ഉണ്ടായി. ഒന്നാം ലോക യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടു. പക്ഷേ പണ്ട് നമ്മുടെ രാജ്യം ഇത്രത്തോളം മഹത്വം ഉണ്ടായിരുന്ന രാജ്യമാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇൻഡോക്ട്രിനേഷൻ ഓഫ് ഐഡിയോളജീസ് ത്രൂ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. ഇൻഡോക്ട്രിനേഷൻ ഓഫ് ഐഡിയോളജീസ് ത്രൂ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. കലകളിലൂടെ, സാഹിത്യത്തിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ, കലകളിലൂടെ,
സാഹിത്യത്തിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും. ഈ ഫാസിസ്റ്റ് നേതാക്കന്മാർ അവരുടെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കും. മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ഫാസിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്, സൈനിക ഏകാധിപത്യം. സൈന്യത്തെ ഉപയോഗിച്ചിട്ട് ഏകാധിപതിയായ ഒരാൾ ഭരണം നടത്തും. അതാണ് മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്. ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ്, രാഷ്ട്രീയ എതിരാളികളെ നശിപ്പിച്ച് കളയും. രാഷ്ട്രീയ എതിരാളികളെ നശിപ്പിക്കുക. മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ് വേർ ദ അതർ ഫീച്ചേഴ്സ് ഓർ other characteristics of fascism. ഒരിക്കൽ കൂടി, these were the characteristics of fascism: antagonism to democracy, opposition to socialism. ജനാധിപത്യത്തോടും സോഷ്യലിസത്തോടുമുള്ള എതിർപ്പ്. glorifying the nation, adoring the purity of race. രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുക, പ്രത്യേക വംശങ്ങളെ, വർഗങ്ങളുടെ ശുദ്ധതയെ, അവരുടെ മഹത്വം ജനങ്ങളിലെത്തിക്കുക. justifying the war, യുദ്ധത്തെ മഹത്വവൽക്കരിക്കുക, യുദ്ധത്തെ ന്യായീകരിക്കുക. ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണാലിസം, തീവ്രദേശീയത ജനങ്ങളിലേക്ക് എത്തിക്കുക. ഡീഫൈയിങ് ദ പാസ്റ്റ്, കഴിഞ്ഞ കാലത്തെ വലുതാക്കി കാണിച്ച് അതിൻ്റെ മഹത്വം ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇൻഡോക്ട്രിനേഷൻ ഓഫ് ഐഡിയോളജീസ് ത്രൂ ആർട്സ്, ലിറ്ററേച്ചർ, എഡ്യൂക്കേഷൻ, തങ്ങളുടെ ആശയങ്ങൾ കലകളിലൂടെയും സാഹിത്യത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്, സൈനിക മേധാവിത്വം, ഏകാധിപത്യം. ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ്, രാഷ്ട്രീയ എതിരാളികളെ നശിപ്പിക്കൽ, കൊന്നൊടുക്കൽ. ഇതൊക്കെയാണ് ദീസ് വേർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാസിസം. ഇനി മുസോളിനി ആൻഡ് ഫാസിസം. നമ്മൾ പറഞ്ഞു ഫാസിസം ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ ഫാസിസം അതിൻ്റെ നേതാവ് ബെനിറ്റോ മുസോളിനിയാണ്. ഈ ബെനിറ്റോ മുസോളിനി അധികാരത്തിലെത്തുന്ന സാഹചര്യം എന്താണെന്ന് നോക്കാം. അതാണ് 3 പോയിന്റുകളായി തന്നിട്ടുള്ളത്. ദ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ദ ഫാസിസ്റ്റ് പാർട്ടി കെയിം ടു പവർ ഇൻ ഇറ്റലി. ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ഫാസിസ്റ്റ് പാർട്ടി. ആ ഫാസിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് അധികാരത്തിലെത്തിയത് എന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഇറ്റലി ഗോട്ട് നത്തിങ് ത്രൂ ഷി വാസ് വിത്ത് ദ വിക്ടേഴ്സ് ഇൻ ദ ഫസ്റ്റ് വേൾഡ്. Italy got nothing though she was with the victors in the first world war. ഒന്നാം ലോക യുദ്ധത്തില് വിജയിച്ച രാജ്യങ്ങളുടെ പക്ഷത്തായിരുന്നു ഇറ്റലി എങ്കിലും ഇറ്റലിക്ക് യുദ്ധത്തിന്റെ ലാഭമൊന്നും ലഭിച്ചില്ല. ഇറ്റലി ഗോട്ട് നത്തിങ്, ഇറ്റലിക്കൊന്നും കിട്ടിയില്ല. ദോ ഷി വാസ് വിത്ത് ദ വിക്ടേഴ്സ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ, വിജയിച്ചവരോടൊപ്പമായിരുന്നു ഇറ്റലി എങ്കിലും ഇറ്റലിക്ക് യുദ്ധത്തിന്റെ ലാഭം കിട്ടിയില്ല. വിജയിച്ചവരോടൊപ്പം എന്ന് പറയുമ്പോൾ ഒരു സംശയമുണ്ടാവും. ആ സംശയം ദൂരീകരിക്കാനായിട്ട് ഈ ബോക്സിനകത്ത് വരിക വിക്ടോറിയസ് ഇറ്റലി എന്ന ഭാഗം. When the First World War broke out, Italy withdrew from the Triple Alliance and joined with the British-French alliance. Hence, by the end of the war, Italy was with the victors. മനസ്സിലായി കാണുമല്ലോ. When the First World War broke out, ഒന്നാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് ഇറ്റലി വിഡ്രിയൂ ഫ്രം ട്രിപ്പിൾ അലയൻസ്. ട്രിപ്പിൾ എൻഡൻ്റെ 2 ബാച്ച് ഉണ്ട്. അപ്പോൾ അതിൽ ട്രിപ്പിൾ അലയൻസിൽ നിന്ന് ഇറ്റലി പുറത്തു പോവുകയും ആൻഡ് ജോയിൻഡ് വിത്ത് ദ ബ്രിട്ടീഷ്-ഫ്രഞ്ച് അലയൻസ്, ബ്രിട്ടീഷ് ഫ്രഞ്ച് സഖ്യത്തിൽ ചേരുകയും ചെയ്തു. ബ്രിട്ടീഷ് സഖ്യമാണ് വിജയിച്ചത് യുദ്ധത്തിൽ. ഹെൻസ് ബൈ ദ എൻഡ് ഓഫ് ദ വാർ, അങ്ങനെ വന്നപ്പോൾ യുദ്ധത്തിന്റെ അവസാനം ഇറ്റലി വാസ് വിത്ത് ദ വിക്ടേഴ്സ്, ഇറ്റലി വിജയിച്ചവരുടെ പക്ഷത്തായിരുന്നു. പക്ഷേ ഇറ്റലിക്കൊന്നും കിട്ടിയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. 2, പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, അൺഎംപ്ലോയ്മെന്റ്, ഇൻക്രീസ് ഇൻ ടാക്സ്, ഇൻഫ്ലേഷൻ എക്സെട്ര കെപ്റ്റ് പീപ്പിൾ അവേ ഫ്രം ദ ഗവൺമെന്റ്, ദ ദെൻ ഗവൺമെന്റ്. പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, യുദ്ധാനന്തരം വ്യവസായങ്ങൾ നശിച്ചത്. അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. ഇൻക്രീസ് ഇൻ ടാക്സ്, നികുതികൾ വർദ്ധിച്ചത്. ഇൻഫ്ലേഷൻ, ഇവയെല്ലാം തന്നെ ജനങ്ങളെ അന്നത്തെ ഇറ്റലിയിലെ ഗവൺമെന്റിൽ നിന്ന് അകറ്റി. യുദ്ധാനന്തരം വ്യവസായങ്ങൾ നശിച്ചത്, തൊഴിലില്ലായ്മ വർദ്ധിച്ചത്, ടാക്സ് ഇൻക്രീസ് ചെയ്തത്, ഇൻഫ്ലേഷൻ ഉണ്ടായത്, എല്ലാം തന്നെ ഗവൺമെന്റിൽ നിന്ന് ജനങ്ങളെ അകറ്റി. 3, ഇൻഡസ്ട്രിയലിസ്റ്റ്, ഇൻ ഫിയർ ഓഫ് ഇറ്റലി മൂവിങ് ടു സോഷ്യലിസം.
were prompted to support fascism. Industrialists, വ്യവസായികൾ, in fear of Italy moving to socialism. ഇറ്റലി സോഷ്യലിസത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുമോ എന്ന് പേടിച്ച വ്യവസായികൾ were prompted to support fascism. അവർ സോഷ്യലിസത്തേക്കാൾ ഫാസിസത്തെ സപ്പോർട്ട് ചെയ്തു. These were the circumstances which fascist party came to power in Italy. ഇതൊക്കെയാണ് ഫാസിസ്റ്റ് പാർട്ടിയെ ഇറ്റലിയിൽ അധികാരത്തിലെത്തിച്ച സാഹചര്യങ്ങൾ. പ്രധാനപ്പെട്ടതാണ് 3 പോയിന്റുകൾ. ഇറ്റലി ഗോട്ട് നത്തിങ് ദോ ഷീ വാസ് വിത്ത് ദ വിക്ടേഴ്സ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ചവരോടൊപ്പമായിരുന്നുവെങ്കിലും ഇറ്റലിക്ക് ഒന്നും ലഭിച്ചില്ല. പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, അൺഎംപ്ലോയ്മെന്റ്, ഇൻക്രീസ് ഇൻ ടാക്സ്, ഇൻഫ്ലേഷൻ എക്സെട്ര കെപ്റ്റ് പീപ്പിൾ അവേ ഫ്രം ദ ഗവൺമെന്റ്. യുദ്ധാനന്തരം വ്യവസായങ്ങൾ നശിച്ചത്, തൊഴിലില്ലായ്മ വർദ്ധിച്ചത്, ടാക്സ് ഇൻക്രീസ് ചെയ്തത്, ഇൻഫ്ലേഷൻ ഉണ്ടായതെല്ലാം ഗവൺമെന്റിൽ നിന്നും ജനങ്ങളെ അല്ലെങ്കിൽ ഗവൺമെന്റിൽ വെറുപ്പുണ്ടാക്കി ജനങ്ങൾക്ക്. ഇൻഡസ്ട്രിയലിസ്റ്റ് ഇൻ ഫിയർ ഓഫ് ഇറ്റലി മൂവിംഗ് ടു സോഷ്യലിസം വെയർ പ്രോംപ്റ്റഡ് ടു സപ്പോർട്ട് ഫാസിസം. ഇറ്റലി സോഷ്യലിസത്തിന്റെ പാതയിലേക്ക് പോകുമോ എന്ന് പേടിച്ച വ്യവസായികൾ സോഷ്യലിസത്തേക്കാൾ ഫാസിസത്തിന് പിന്തുണ നൽകിയതും ഫാസിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് സഹായകമായി. മുസോളിനി resorted to despotic measures in the political and economic fields of Italy. മുസോളിനി ഡെസ്പോട്ടിക് ആയിട്ടുള്ള രീതിയിലാണ് ഭരണം നടത്തിയത്. ഇറ്റലിയുടെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലെല്ലാം ഏകാധിപത്യ സ്വഭാവത്തോടെ ഭരണം നടത്തി. വയലൻസ് ആൻഡ് ഫെറോസിറ്റി വേർ ദ സ്ട്രാറ്റജീസ് ഓഫ് ദ ഫാസിസ്റ്റ്. അക്രമവും ഭീതിപ്പെടുത്തൽ, പേടിപ്പിക്കലും ഒക്കെ ആയിരുന്നു ഇവന്മാരുടെ രീതികൾ. Socialists and leaders of peasants and workers were proclaimed as enemies of the nation. സോഷ്യലിസ്റ്റുകളെയും ലീഡേഴ്സ് ഓഫ് പെസൻസ് ആൻഡ് വർക്കേഴ്സ്, കർഷകരുടെയും തൊഴിലാളികളുടെയും നേതാക്കന്മാരെയും ഒക്കെ രാഷ്ട്രത്തിന്റെ ശത്രുക്കളായി ഇദ്ദേഹം പ്രഖ്യാപിച്ചു. Those who opposed the fascist party were executed. ഫാസിസ്റ്റ് പാർട്ടിയെ, മുസോളിനിയുടെ ഫാസിസ്റ്റ് പാർട്ടിയെ എതിർക്കുന്നവരെ എല്ലാം എക്സിക്യൂട്ട് ചെയ്തു, അവരെയൊക്കെ കൊലപ്പെടുത്തി. The aim of Mussolini was to restore ancient Roman Empire. പുരാതന റോമൻ സാമ്രാജ്യം പുനഃസ്ഥാപിക്കുകയായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യം. As part of this, ഇതിന്റെ ഭാഗമായിട്ട് he adopted several symbols of ancient Roman administration. പുരാതന റോമൻ ഭരണത്തിന്റെ പല സിംബൽസും അദ്ദേഹം അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. Using his military force, the black shirts, മുസോളിനി സപ്രസ്ഡ് ദ ഒപ്പണൻസ് ത്രൂ ഫാസിസ്റ്റ് പോളിസീസ്. അദ്ദേഹത്തിന്റെ എതിരാളികളെ എല്ലാം അദ്ദേഹം അടിച്ചമർത്തി. എതിരാളികളെയൊക്കെ അടിച്ചമർത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു മിലിറ്ററി ഫോഴ്സ് രൂപീകരിച്ചു. ആ മിലിറ്ററി ഫോഴ്സിന്റെ പേര് ബ്ലാക്ക് ഷർട്ട്സ് എന്നായിരുന്നു. കരിങ്കുപ്പായക്കാർ എന്നാണ് വിളിച്ചത്. ഇത് മാച്ച് ദ ഫോളോവിംഗിൽ ചോദിക്കാറുള്ള ചോദ്യമാണ്. മുസോളിനി ബ്ലാക്ക് ഷർട്ട്സ്. യൂസിങ് ഹിസ് മിലിറ്ററി ഫോഴ്സ് named black shirts, Mussolini suppressed the opponents through fascist policies. ഫാസിസ്റ്റ് നയങ്ങളിലൂടെ തൻ്റെ എതിരാളികളെ എല്ലാം മുസോളിനി അടിച്ചമർത്തി. അങ്ങനെ അടിച്ചമർത്തുന്നതിന് അദ്ദേഹത്തിന് സഹായകമായത് ബ്ലാക്ക് ഷർട്ട്സ് എന്ന പേരുള്ള മിലിറ്ററി ഫോഴ്സ് ആയിരുന്നു. അദ്ദേഹം രൂപീകരിച്ച സൈനിക വിഭാഗമാണ് കരിങ്കുപ്പായക്കാർ. ഹിസ് അഗ്രസീവ് ഫോറിൻ പോളിസി ലെഡ് ഹിം ടു കോൺകർ നേഷൻസ് ലൈക്ക് എത്യോപ്യ, അൽബേനിയ എക്സെട്ര. അദ്ദേഹത്തിന് പഴയകാല പുരാതന റോമൻ സാമ്രാജ്യം പുനഃസ്ഥാപിക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആക്രമണത്തിൻ്റെതായ നയങ്ങൾ, അഗ്രസീവ് ഫോറിൻ പോളിസി, ആക്രമണത്തിൻ്റെതായ വിദേശ നയം, അദ്ദേഹം തൻ്റെ അയൽ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി, കോൺകർ ചെയ്തു. എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങൾ, എത്യോപ്യ, അൽബേനിയ വേർ കോൺകേർഡ് and annexed by him. Italy's run for dictatorship paved the way for the outbreak of another war. അങ്ങനെ ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്കുള്ള ഇറ്റലിയുടെ യാത്ര, ഒരു ഏകാധിപത്യ ഭരണത്തിലേക്കുള്ള ഇറ്റലിയുടെ യാത്ര മറ്റൊരു ലോകയുദ്ധത്തിന് വഴിതെളിച്ചു. paved the way for the outbreak of another war. മറ്റൊരു യുദ്ധം ഉണ്ടാകുന്നതിന് അത് കാരണമാക്കി.
ഇനി ഹിറ്റ്ലർ ആൻഡ് നാസിസം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇറ്റലിയിലെ കാര്യങ്ങളാണ്. ഇനി ജർമ്മനിയിലേക്ക് വരും. ജർമ്മനിയിലേക്ക് വരുമ്പോൾ നാസിസം ഈസ് ദ ജർമ്മൻ വെർഷൻ ഓഫ് ഫാസിസം. ഇത്ര നേരം നമ്മൾ പഠിച്ചത് എന്താണോ അത് ഇറ്റലിയിലായിരുന്നു. അതേപോലെ അത് ജർമ്മനിയിൽ പ്രതിഷ്ഠിച്ചാൽ അതിനെ നമുക്ക് നാസിസം എന്ന് വിളിക്കാം. ആള് മാറും, അതിൻ്റെ ലീഡർ മാറും. ലീഡർ ഇവിടെ പേര് അഡോൾഫ് ഹിറ്റ്ലർ എന്ന്. ആ ഫാസിസം എന്നതിനും ഒരല്പം പേര് മാറ്റമുണ്ട്. ഇവിടെ നാസിസം എന്നാവും. അപ്പോൾ നാസിസം ഈസ് ദ ജർമ്മൻ വേർഷൻ ഓഫ് ഫാസിസം. ഫാസിസത്തിൻ്റെ ജർമ്മൻ വേർഷനാണ് നാസിസം എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിലെത്തിയത് എന്ന് നോക്കാം. 3 പോയിന്റുകളുണ്ട്. ഒന്ന്, ദ ട്രീറ്റി ഓഫ് വെഴ്സായിൽസ് ഇമ്പോസ്ഡ് ബൈ ദ വിക്ടോറിയസ് ആലീസ് ഓൺ ജർമ്മനി ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഹിറ്റ്ലറെ അധികാരത്തിലെത്താൻ സഹായിച്ച ഒന്നാമത്തെ ഘടകം വെഴ്സായിൽസ് എന്ന പീസ് ട്രീറ്റിയാണ്, സമാധാന ഉടമ്പടി. ട്രീറ്റി ഓഫ് വെഴ്സായിൽസ്. ട്രീറ്റി ഓഫ് വെഴ്സായിൽസ് ഇമ്പോസ്ഡ് ബൈ ദ വിക്ടോറിയസ് ആലീസ്. വിജയിച്ച സഖ്യശക്തി രാജ്യങ്ങൾ ജർമ്മനിയുടെ മേൽ കെട്ടിയേൽപ്പിച്ച വെഴ്സായിൽസ് എന്ന ട്രീറ്റി. ദാറ്റ് വാസ് ദ ഫസ്റ്റ് റീസൺ വിച്ച് ഹെൽപ്ഡ് ഹിറ്റ്ലർ ടു അറ്റൈൻ ദ പവർ ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ അധികാരം നേടിയെടുക്കാൻ, അധികാരത്തിലേക്ക് എത്തുവാൻ ഹിറ്റ്ലറെ സഹായിച്ച ഫസ്റ്റ് ഫാക്ടർ, ആദ്യ ഘടകമാണ് ട്രീറ്റി ഓഫ് വെഴ്സായിൽസ്. സെക്കൻഡ് വൺ, എക്കോണമിക് ഡിസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്ലേഷൻ. യുദ്ധാനന്തരം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായി എക്കോണമിക് ഡിസ്ട്രക്ഷൻ, അതുപോലെ ഇൻഫ്ലേഷനും. അതായിരുന്നു രണ്ടാമത്തെ ഘടകം. ഫെയിലുവർ ഓഫ് ജർമ്മൻ ഗവൺമെന്റ് ആൻഡ് ദ റിസൾട്ടന്റ് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി. യുദ്ധത്തിലെ പരാജയപ്പെട്ടതിനുമപ്പുറം ബ്രിട്ടൻ അടങ്ങുന്ന സഖ്യശക്തികൾ വെഴ്സായിൽസ് എന്നൊരു ട്രീറ്റി കൊണ്ടുവന്ന് വെച്ചപ്പോൾ അതിൽ സൈൻ ചെയ്യേണ്ടി വന്ന ഗതികേട്, അതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത് ഒക്കെ ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ പരാജയമായിരുന്നു. അത്തരത്തിൽ ഫെയിലുവർ ഓഫ് ദ ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ പരാജയം ആൻഡ് ദ റിസൾട്ടന്റ് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ അസ്ഥിരത, ഇതെല്ലാം ഈ പറഞ്ഞ 3 കാരണങ്ങൾ ഹിറ്റ്ലറെ അധികാരത്തിലെത്തിക്കുന്നതിന്, അല്ലെങ്കിൽ നാസി പാർട്ടിയെ ജർമ്മനിയുടെ അധികാരത്തിലെത്തിക്കുന്നതിന് വഴിതെളിച്ച കാരണങ്ങളായി മാറി. ഒരിക്കൽ കൂടി, നാസിസം ഈസ് ദ ജർമ്മൻ വേർഷൻ ഓഫ് ഫാസിസം. ഫാസിസത്തിന്റെ ജർമ്മൻ വേർഷനാണ് നാസിസം എന്നറിയപ്പെടുന്നത്. അഡോൾഫ് ഹിറ്റ്ലർ വാസ് ദ ലീഡർ ഓഫ് നാസി പാർട്ടി. അഡോൾഫ് ഹിറ്റ്ലർ ആണ് ജർമ്മനിയിലെ നാസി പാർട്ടിയുടെ ലീഡർ. അദ്ദേഹം the factors which helped him to grab the power in Germany were the first one, the Treaty of Versailles imposed by the victorious allies on Germany after the First World War. അദ്ദേഹത്തെ അധികാരത്തിലെത്താൻ സഹായിച്ച ഘടകങ്ങളിൽ ഒന്നാമത്തേത്, 1-ാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ ഏൽപ്പിച്ച വെഴ്സായിൽസ് എന്ന ട്രീറ്റി. 2, എക്കോണമിക് ഡിസ്ട്രക്ഷൻ ഓഫ് ആൻഡ് ഇൻഫ്ലേഷൻ. സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തിക നഷ്ടങ്ങളും പണപ്പെരുപ്പം. 3, ഫെയിലുവർ ഓഫ് ജർമ്മൻ ഗവൺമെന്റ് ആൻഡ് ദിസ് റിസൾട്ടന്റ് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി. ജർമ്മനിയിലെ അന്നത്തെ ഗവൺമെന്റിന്റെ പരാജയവും സമസ്ത മേഖലകളിലും ഉണ്ടായ ഭരണ പരാജയവും അതോടൊപ്പം പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, രാഷ്ട്രീയമായ അസ്ഥിരതയും. ഇതൊക്കെയാണ് ജർമ്മനിയിൽ അധികാരത്തിലെത്തുവാൻ നാസി പാർട്ടിയെ, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നേതാവായ ഹിറ്റ്ലറെ സഹായിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത്.